ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2 സ്റ്റേജുകളാണ് ഈ കോഴ്സിനുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വീഡിയോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം സെന്റൻസുകൾ കൃത്യമായി നിയമമനുസരിച്ച് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ സംസാരിച്ച് മാത്രമേ ഇംഗ്ലീഷ് നമുക്ക് ഭംഗിയായി മനസ്സിലാക്കാനും ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. സംസാരിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇന്ന് നമുക്ക് കേംബ്രിഡ്ജ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഇത്തരം സെന്റൻസുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയട്ടെ. വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിന് വേണ്ടി റെക്കോർഡ് ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. മൈറ്റ് എന്നത് മോഡൽ ഓക്സിലറി വെർബാണ്. ഒരു പക്ഷേ എന്ന മീനിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൈറ്റ് എന്ന മോഡൽ ഓക്സ് വെർബ് കൂടുതലായി ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ സെന്റൻസുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എ ബി 2 വ്യക്തികൾ സംസാരിക്കുന്ന സെന്റൻസിലൂടെ കാണാൻ സാധിക്കും. വെർ ആർ യു ഗോയിങ് ഫോർ യുവർ ഹോളിഡേയ്സ്? ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ നമ്മുടെ പഠനം ആരംഭിക്കണം. ഹോളിഡേയ്സിന് വേണ്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് ഭാവിയിൽ ചോദിക്കേണ്ട വന്നാൽ ഈ ഒരു ചോദ്യമാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ഓരോ സെന്റൻസുകൾ കാണുമ്പോഴും നമ്മുടെ ബ്രെയിനിൽ ഇത് ലോഡ് ചെയ്യണം. ബ്രെയിനിൽ ലോഡ് ചെയ്യാനായിട്ട് ഒറ്റ മെത്തേഡേ ഉള്ളൂ. 2 or 3 തവണ ഉറക്കെ അവ ഒരു വ്യക്തിയോട് ചോദിക്കുന്നത് പോലെ ചോദിക്കണം. Where are you going for your holidays? ഇങ്ങനെ തന്നെ ചോദിക്കണം. നമുക്കതിന് മറുപടി കേൾക്കാം. ഐ എം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ. ഐ മൈറ്റ് ഗോ ടു ന്യൂയോർക്ക്. ഐ മൈറ്റ് ഗോ ടു ന്യൂയോർക്ക്. ഇവിടെ മൈറ്റ് എന്ന മോഡൽ ഓക്സ് ശേഷം വെബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഐ മൈറ്റ് ഗോ, ഒരു പക്ഷേ പോയേക്കാം ഞാൻ. ഐ മൈറ്റ് ഗോ ടു ന്യൂയോർക്ക്, ഒരു പക്ഷേ ഞാൻ ന്യൂയോർക്കിലോട്ട് പോയേക്കാം. എനിക്ക് ഉറപ്പില്ല. ഈ സെന്റൻസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. മൈറ്റിന് ശേഷം വെബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുമ്പോൾ അത് ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്നും ഒരു പക്ഷേ ഒരു കാര്യം സംഭവിച്ചേക്കാം എന്ന ഒരു മീനിങ് ആണ് ആ ഒരു സെന്റൻസിന് ലഭിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വെർബ് ഗോ ആണ്. ഈ വെർബ് മാറ്റി എത്ര വെർബുകൾ നമുക്കറിയാമോ അത്രയും വെർബുകൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ ഞാൻ നാളെ ക്രിക്കറ്റ് കളിച്ചേക്കാം. ഐ മൈറ്റ് പ്ലേ ക്രിക്കറ്റ് ടുമാറോ. ഞാൻ ഒരു പക്ഷേ നാളെ നിന്നെ വിളിച്ചേക്കാം. ഐ മൈറ്റ് കോൾ യു ടുമാറോ. ഇതുപോലെ എത്ര സെന്റൻസുകൾ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. വളരെ ക്ഷമയോടുകൂടിയാണ് ഭാഷ പഠിക്കേണ്ടത്. ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാനോ പഠിക്കാനോ സാധിക്കുകയില്ല. അടുത്തൊരു സെന്റൻസ് നോക്കാം. ഇറ്റ് മൈറ്റ് റെയിൻ. ഒരു പക്ഷേ മഴ പെയ്തേക്കാം എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. മഴക്കാര് കണ്ട് ഈ ഒരു ലേഡി പറയുന്ന ഒരു സെന്റൻസ് ആണിത്. ഇറ്റ് മൈറ്റ് റെയിൻ, ഒരു പക്ഷെ മഴ പെയ്തേക്കാം. ഇറ്റ് മൈറ്റ് റെയിൻ. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഇറ്റ് വിൽ റെയിൻ. ഇതാണ് അതിൻ്റെ ഒരു മീനിങ്. ഇക്വേഷൻ മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മൈറ്റ് എന്ന മോഡൽ ഓക്സ് വെർബ് സെക്കൻഡ് പൊസിഷനിൽ ഉപയോഗിക്കണം. നെഗറ്റീവ് ആക്കണമെങ്കിൽ നോട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഐ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഐ മൈറ്റ് ഗോ, ഐ മൈറ്റ് പ്ലേ, ഐ മൈറ്റ് കം, ഐ മൈറ്റ് ബി. ബി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഡ്ജക്റ്റീവ്സ് നൗൺസ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ബി ഉപയോഗിക്കുക. ഐ മൈറ്റ് ബി ഹാപ്പി ടുമാറോ. ഒരു പക്ഷെ ഞാൻ സന്തോഷവാനായേക്കാം നാളെ. ഐ മൈറ്റ് ബി ഹാപ്പി ടുമാറോ. ഷീ മൈറ്റ് ബി എ പേഷ്യൻറ്റ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം അവൾ ഒരു രോഗിയായേക്കാം. ഷീ മൈറ്റ് ബി എ പേഷ്യൻറ്റ് നെക്സ്റ്റ് ഇയർ. നെഗറ്റീവ് ആക്കുമ്പോൾ ഷീ മൈറ്റ് നോട്ട് ബി എ പേഷ്യൻറ്റ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ഒരു പക്ഷേ അവൾ ഒരു രോഗിയായിരിക്കില്ല. ഷീ മൈറ്റ് നോട്ട് ബി എ പേഷ്യൻറ്റ് നെക്സ്റ്റ് ഇയർ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കുറേ സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കുറേ സെൻറ്റൻസുകൾ കാണാം.
കാണുന്ന എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളും ഉറക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് മറക്കരുത്. അതുകൊണ്ട് തന്നെ വീഡിയോ പോസ് ചെയ്ത് ഉറക്കെ ഞാൻ പറയുന്ന പോലെ പറയണം. I might go to the cinema this evening, but I am not sure. ഒരു പക്ഷേ ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോയേക്കാം, പക്ഷെ എനിക്ക് ഉറപ്പില്ല. I might go to the cinema this evening, but I am not sure. ഇവിടെ എ ബി സംഭാഷണം എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. When is Rebecca going to phone you? എപ്പോഴാണ് റെബേക്ക നിന്നെ വിളിക്കാൻ പോകുന്നത്? അപ്പോൾ ബി പറയാണ് എനിക്ക് അറിയില്ല. I don't know. എനിക്ക് അറിയില്ല. She might phone me this afternoon. ഇന്ന് ഉച്ചതിരിഞ്ഞ് അവൾ ഒരുപക്ഷെ എന്നെ വിളിച്ചേക്കാം. She might phone me this afternoon. ഇന്ന് ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ടുഡേ ആഫ്റ്റർനൂൺ എന്നല്ല പറയേണ്ടത്, ദിസ് ആഫ്റ്റർനൂൺ എന്നാണ് പറയേണ്ടത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് അവൾ എന്നെ ഒരുപക്ഷെ ഫോൺ ചെയ്തേക്കാം. She might phone me this afternoon. Take an umbrella with you. It might rain. ഒരു കൊട എടുത്തേക്കൂ, ഒരുപക്ഷെ മഴ പെയ്തേക്കാം. Take an umbrella with you. It might rain. ഇവിടെയും മൈറ്റ് എന്നതിന് ശേഷം റെയിൻ എന്ന വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നൗൺ അല്ല, ഇത് വെർബാണ് റെയിൻ. റെയിൻ എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം റെയിൻഡ്, തേർഡ് ഫോം റെയിൻഡ്, ing ഫോം റെയിനിങ്. അത് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. റെയിൻ ഉപയോഗിച്ചിട്ട് രണ്ട് സെന്റൻസുകൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് റെയിനിങ്. ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് റെയിനിങ് ഹെവിലി. ഇന്നലെ മഴ പെയ്തു. ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. അവിടെ വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത സെൻസ് നോക്കാം. ബൈ എ ലോട്ടറി ടിക്കറ്റ്. ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കൂ, മേടിക്കൂ. ബൈ എ ലോട്ടറി ടിക്കറ്റ്. യു മൈറ്റ് ബി ലക്കി. ഒരു പക്ഷേ ഭാഗ്യം ഉണ്ടായേക്കാം നിനക്ക്. ലക്കി എന്നത് ആഡ്ജക്റ്റീവ് ആണ്, അതുകൊണ്ടാണ് ബി എന്ന വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. യു മൈറ്റ് ബി ലക്കി. ഒരു പക്ഷേ നിനക്ക് ഭാഗ്യം ഉണ്ടായേക്കാം. ആർ യു ഗോയിങ് ഔട്ട് ടു നൈറ്റ്. ഇന്ന് രാത്രി എന്ന് ടു നൈറ്റ് എന്നാണ് പറയാൻ സാധിക്കുക. ടുഡേ നൈറ്റ് എന്നല്ല, ടു നൈറ്റ്. ആർ യു ഗോയിങ് ഔട്ട് ടു നൈറ്റ്. ഇന്ന് രാത്രി പുറമേക്ക് നീ പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ഔട്ട് ടു നൈറ്റ്. ഐ മൈറ്റ്. ഇത് ഷോർട്ട് ഫോം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫുൾ ഫോം ഉപയോഗിക്കുമ്പോൾ ഐ മൈറ്റ് ഗോ ഔട്ട് ടു നൈറ്റ്. ഐ മൈറ്റ് ഗോ ഔട്ട് ടു നൈറ്റ് അങ്ങനെയാണ് പറയേണ്ടത്. ഈ ഡിഫറൻസ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഐ ആം പ്ലേയിങ് ടെന്നീസ് ടുമാറോ. ഞാൻ നാളെ ടെന്നീസ് കളിക്കുന്നുണ്ട്. ഇത് ഉറപ്പുള്ള കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ ട്രാക്ക് ഉപയോഗിക്കുന്നത്. ഈ സാമർ പ്ലസ് വെർബ് ing ഫോം പ്രസന്റ് കണ്ടിന്യൂസ് ആണിത്. പ്രസന്റ് കണ്ടിന്യൂസ് ഫോർ ഫ്യൂച്ചർ. ഐ ആം പ്ലേയിങ് ടെന്നീസ് ടുമാറോ. ഞാൻ നാളെ ടെന്നീസ് കളിക്കുന്നുണ്ട്. സ്പോട്ട് ഡിസിഷനിൽ മാത്രമാണ് നമ്മൾ ബില്ല് ഉപയോഗിക്കുക. അത് വേറെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇനി പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് മൈറ്റ് ആണ്. ഐ മൈറ്റ് പ്ലേ ടെന്നീസ് ടുമാറോ. ഒരു പക്ഷേ ഞാൻ ടെന്നീസ് നാളെ കളിച്ചേക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ വെർബിന്റെ ing ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. മോഡൽ വർക്ക്ഷോപ്പിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചു. ഇസാമാറിന് ശേഷം വെർബിന്റെ ing ഫോം ഉപയോഗിച്ചു. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ നാളെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ഐ പ്ലേ ക്രിക്കറ്റ് ടുമാറോ എന്ന് പറയാൻ പറ്റില്ല. നമ്മളവിടെ ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ് ടുമാറോ എന്ന് തന്നെ പറയണം. പക്ഷേ ഐ പ്ലേ ക്രിക്കറ്റ് ടുമാറോ എന്ന് കേൾക്കുമ്പോഴും ടുമാറോ എന്ന വാക്കുണ്ട്, പ്ലേ എന്ന വാക്കുണ്ട്, ഐ എന്ന വാക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. പക്ഷേ ഭാഷയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. ക്വാളിറ്റി ലഭിക്കുന്നതിനാണ് കൃത്യമായി നിയമം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഭാഷയാണ് ഇംഗ്ലീഷ്. ഫുൾ ലെങ്ത് റെക്കോർഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് വരുന്ന വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ടുള്ള ഫുൾ ലെങ്ത് വീഡിയോ നിങ്ങൾക്ക് സൗജന്യമായി ഞങ്ങൾ നൽകുന്നുണ്ട്. അത് ലഭിക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്
ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്. വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്രസന്റ് ടെൻസ് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് അവയെല്ലാം 82815556 എന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതാണ്. നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള വീഡിയോ അതിനുശേഷം കാണാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസാരിച്ച് പഠിക്കേണ്ട ഭാഷയാണ് ഇംഗ്ലീഷ്. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ സെന്റൻസുകളും അതുപോലെ പുതിയ വാക്കുകളും മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ സംസാരിച്ച് പഠിക്കുന്നു. സ്റ്റുഡൻസുമായും ടീച്ചേഴ്സുമായും ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കും. ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചും റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്.